കഷ്ടപ്പാടുകൾക്ക് ശേഷം തന്റെ വിജയം ലോകം ആഘോഷിക്കുമ്പോൾ അത് കാണാൻ വിധിയില്ലാതെ പോയൊരു വ്യക്തിയുണ്ട്. തന്റെ 35-ാം വയസ്സിൽ ലോക പ്രശസ്തനായി 36-ാം വയസ്സിൽ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയ ജോണത്തൻ ലാർസൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു സിനിമയെക്കുറിച്ചല്ല, മറിച്ച് ഒരു കലാകാരന്റെ ജീവിതത്തെക്കുറിച്ചാണ്. ജോണത്തൻ ലാർസൺ എന്ന ലെജൻഡറി മ്യൂസീഷ്യന്റെ ബയോഗ്രഫിയായ ടിക് ടിക് ബൂം. ഇതൊരു മ്യൂസിക്കൽ സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലിൻ മാനുവൽ മിറാൻഡയാണ്. ആൻഡ്രൂ ഗാർഫീൽഡ്, അലക്സാൻഡ്ര ഷിപ്പ് എന്നിവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 ഓസ്കറിന് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് എന്നീ കാറ്റഗറിയിലും ഈ ഒരു സിനിമ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെൽക്കം ടു സ്കിനിമ. ലെറ്റ്സ് ഗോ. കഥ തുടങ്ങുന്നത് 1990s ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് ജോണത്തൻ ലാർസൺ. പുള്ളി ഒരു തിയേറ്ററിലിരുന്ന് തന്റെ ജീവിതം ഒരു റോക്ക് മോണലോഗായി അവതരിപ്പിക്കുകയാണ്. ജോണത്തന്റെ മനസ്സിലൊരു ക്ലോക്കിന്റെ ശബ്ദം എപ്പോഴും കേൾക്കാം, ടിക് ടിക്, ലൈക്ക് ദാറ്റ്. ജോണിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 30 വയസ്സ് തികയാൻ ഇനി വെറും ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് കലാകാരന്മാർക്ക് ഈ ഒരു 30 വയസ്സെന്ന് പറയുന്ന ഒരു അതിർത്തിയാണ്. ഈ പ്രായത്തിനുള്ളിൽ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ സൃഷ്ടി ഉണ്ടാക്കുക എന്ന വാശിയാണ് ജോണിനും. അത് കഴിഞ്ഞില്ലെങ്കിൽ തന്റെ സമയം തീർന്നു, ജീവിതം ബൂം എന്ന് പറഞ്ഞ് അവസാനിക്കും എന്ന ആ ഒരു ഭയം ജോണിനെ എപ്പോഴും വേട്ടയാടുന്നുണ്ട്. സൂപ്പർബിയ എന്ന പേരിൽ ഒരു റോക്ക് മ്യൂസിക്കൽ ബ്രോഡ്വേയിൽ എത്തിക്കുക എന്നതാണ് ജോണത്തന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇതിനായി കഴിഞ്ഞ 8 വർഷമായി ജോണത്തൻ കഷ്ടപ്പെടുകയാണ്. ജോണത്തൻ മൂൺ ഡാൻസ് ഡൈനർ എന്ന് പറഞ്ഞ ഒരു ഡൈനറിലെ വെയിറ്ററായാണ് ജോലി ചെയ്യുന്നത്. പകൽ മുഴുവൻ അവിടെ ജോലി ചെയ്ത് രാത്രി തന്റെ അപ്പാർട്ട്മെന്റിലെ ചെറിയ മുറിയിലിരുന്ന് മ്യൂസിക്കൽ കമ്പോസ് ചെയ്യും. വാടക കൊടുക്കാനോ ബില്ലടയ്ക്കാനോ പണമില്ലാത്തൊരവസ്ഥ. ഇതൊന്നും ജോണിനൊരു പ്രശ്നമായി കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് പണമല്ല, മറിച്ച് കലയാണ്. പടത്തിലൊരു മെയിൻ ക്യാരക്ടറാണ് സൂസൻ, ജോണിന്റെ ഗേൾഫ്രണ്ട്. സൂസൻ ഒരു ഡാൻസ് ടീച്ചറാണ്. ജോണിന്റെ ഈ സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അവൾക്ക് മതിപ്പാണ്. പക്ഷെ ന്യൂയോർക്കിലെ കഷ്ടപ്പാട് അവൾക്ക് മടുത്തു. ഒരു വീട്, നല്ല ജോലി, ശാന്തമായ ജീവിതം അത് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ വേറൊരു മെയിൻ ക്യാരക്ടറാണ് മൈക്കൽ. മൈക്കൽ എന്ന് പറയുന്നത് ജോണത്തന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും മുൻ റൂംമേറ്റും ആണ്. ഒരു നടനായിരുന്നു മൈക്കൽ. കല ഉപേക്ഷിച്ച് ഇപ്പോൾ വലിയൊരു പരസ്യ കമ്പനിയിൽ ലക്ഷങ്ങളുള്ള ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. ലക്ഷറി അപ്പാർട്ട്മെന്റും BMW കാറും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. മൈക്കിൾ എപ്പോഴും ജോണത്തനോട് പറയും, ജോണത്തൻ, നീ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കോർപ്പറേറ്റ് ലോകത്ത് വന്ന് പണം ഉണ്ടാക്കാൻ. ഈ ഒരു കഷ്ടപ്പാട് എന്തിനാണ്? ജോണത്തൻ പക്ഷെ ഇതൊന്നും കേൾക്കുന്നില്ല. കാരണം മൈക്കിളിനെ ജോൺ കാണുന്നത് സ്വപ്നങ്ങളൊക്കെ വിട്ടുകളഞ്ഞ ഒരാളായിട്ടാണ്. ഇതിനിടയിൽ ജോണത്തന്റെ സുഹൃത്തും ഡൈനറിലെ സഹപ്രവർത്തകനുമായ ഫെഡറിക് HIV പോസിറ്റീവ് ആണ്. ഈ ഒരു പ്രതിസന്ധി ന്യൂയോർക്ക് സിറ്റിയെ ആകെ ഒരു പ്രശ്നത്തിലാക്കിയിരുന്നു. ഈ ജോണിന്റെ മനസ്സിൽ വലിയൊരു ദുരന്തമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സൂപ്പർബിയയുടെ വർക്ക്ഷോപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ന്യൂയോർക്കിലെ പ്രധാന പ്രൊഡ്യൂസർമാർ, ഏജന്റുമാർ, കമ്പോസേഴ്സ് എല്ലാവരും ഇത് കാണാൻ വരും. ഈ ഒരു ക്രൂഷ്യൽ സമയത്ത് ജോണത്തന്റെ പ്രൊഡ്യൂസർ ഐറ വന്ന് ഒരു പ്രശ്നം പറയുന്നുണ്ട്. ജോൺ, സൂപ്പർബിയയുടെ 2ാം ഭാഗത്ത് കഥ മുന്നോട്ട് പോകുന്നത് ഒരു പുതിയ പാട്ട് അത്യാവശ്യമുണ്ട്. അത് എഴുതാതെ ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തിയത് കൊണ്ട് ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഇത് കേട്ടിട്ട് ജോൺ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. തന്റെ ഐഡലായ സ്റ്റീഫൻ സോണ്ടൈം പോലും വർഷങ്ങൾക്ക് മുമ്പേ ജോണിന് ഈ ഒരു ഉപദേശം നൽകിയിരുന്നു. എന്നിട്ടും ആ ഒരു പാട്ട് എഴുതാൻ ജോണിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് സൂസൻ ജോണിനോട് പറയുന്നുണ്ട്, ഞാൻ കേപ്പ് കോഡിൽ ഒരു ഡാൻസ് ടീച്ചിങ് ജോലി ശരിയാക്കി, നീയും എന്റെ കൂടെ അങ്ങോട്ടേക്ക് വരണം, ഇല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ആവേണ്ടി വരും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ജോണിന് പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ലൈക്ക് സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് ഒരു സേഫ് ആയ ജീവിതം തിരഞ്ഞെടുക്കണോ അതോ സ്വപ്നത്തിന് വേണ്ടി ആ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണോ എന്നുള്ള കാര്യം. ജോണിന്റെ മനസ്സിൽ ആ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിനൊക്കെ ഇടയിൽ ജോൺ സൂസനെ അത്ര ശ്രദ്ധിക്കാതെ വരുന്നുണ്ട്. അവർക്കിടയിൽ വലിയ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിലാണ് തെറപ്പി എന്നൊരു പാട്ട് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ആൻഡ്രൂ ഗാർഫീൽഡും വനേസ ഹഡ്ജിൻസും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വർക്ക്ഷോപ്പിന്റെ തലേന്ന് രാത്രി ഈ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് ജോണിന്റെ അപ്പാർട്ട്മെന്റിൽ ലൈറ്റ് എല്ലാം കംപ്ലീറ്റ്ലി പോകുന്നുണ്ട്. സമയം പാഴാക്കിയതിലുള്ള കുറ്റബോധവും ഈ ഒരു പാട്ട് എഴുതാൻ കഴിയാത്തതിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ ജോണിനെ ഒരുപാട് അലട്ടുന്നുണ്ട്. ജോൺ വീട് വിട്ട് രാത്രി ന്യൂയോർക്കിലെ ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്ന് അവസാനം അയാൾ ഒരു പബ്ലിക് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തെത്തി. അവിടെ വെച്ച് തന്നെ ജോണിന്റെ മനസ്സിൽ പെട്ടെന്നൊരു പുതിയ പാട്ടിന്റെ ആ ഒരു മെലഡിയും വരികളും ഒക്കെ വന്നു. ജോൺ ഒട്ടും സമയം പാഴാക്കാണ്ട് വേഗം വീട്ടിൽ ചെന്ന് ആ ഒരു പാട്ട് കൈ കിട്ടിയതെല്ലാം വെച്ച് എഴുതാൻ തുടങ്ങി. കം ടു യുവർ സെൻസസ് എന്നൊരു പാട്ട് അവിടെ വെച്ച് ജോൺ എഴുതി തീർത്തു. പക്ഷെ ഈ ഒരു വിജയത്തിന്റെ തിരക്കിനിടയിൽ ജോണിന്റെ കാമുകയായ സൂസൻ ന്യൂയോർക്ക് വിട്ട് പോയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ജോൺ തന്നെ പൂർണ്ണമായും തന്റെ കലയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചു എന്ന് സൂസന് അപ്പൊ മനസ്സിലായി. അങ്ങനെ ഈ ഒരു പാട്ട് എഴുതി കഴിഞ്ഞ് അടുത്ത ദിവസം ജോണിന്റെ വർക്ക്ഷോപ്പായ സൂപ്പർബിയ നടന്നു. ജോൺ ഭയപ്പെട്ടതുപോലെ ആയിരുന്നില്ല. തിയേറ്റർ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ജോണിന്റെ പ്രതീക്ഷ വീണ്ടും അവിടെ ഉയർന്നു. വർക്ക്ഷോപ്പ് ഒരു ഗംഭീര വിജയം തന്നെയായിരുന്നു. പുതിയ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. തന്റെ ഐഡലായ സ്റ്റീഫൻ സോണ്ടൈൻ പോലും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഷോ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇതാണ്. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് ആരും തന്നെ സൂപ്പർബിയ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഇത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു ആശയമാണെന്നും ഇതിനായിട്ട് പണം മുടക്കാൻ കഴിയില്ല എന്നുമാണ് അവർ പറഞ്ഞത്. ജോൺ ആകെ വിഷമിച്ചിരിക്കുകയാണ്. തന്റെ സമയം കഴിഞ്ഞു. ബിക്കോസ് 30 വയസ്സായിട്ടും ജോൺ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ജോൺ നേരെ മൈക്കിളിന്റെ ആ ഒരു ആഡംബര ഓഫീസിൽ എത്തിയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ പോലെ ഒരു കോർപ്പറേറ്റ് ജോലി വേണം, ഞാനിവിടെ തോറ്റുപോയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ജോണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം മൈക്കിൾ പറയുന്നത്. അദ്ദേഹത്തിന് HIV പോസിറ്റീവ് ആണ്. ഈ ഒരു സത്യം ജോണിനെ ഞെട്ടിച്ചു. ജീവിതത്തിൽ എപ്പോഴും ക്ലോക്കിന്റെ ടിക് ടിക് എന്നടിക്കുന്ന സൗണ്ട് പേടിച്ച ജോൺ മുന്നിൽ ഏത് നിമിഷവും ബും ആവാം എന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സുഹൃത്തിനെ കാണുകയാണ്. ജോണിന്റെ കലാപരമായ ആശങ്കകൾ മൈക്കിളിന്റെ ജീവിതത്തിന്റെ ദുരന്തത്തിന് മുന്നിൽ ഒന്നുമല്ലാതെ അവിടെ. ജോൺ മൈക്കിളിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. റിയൽ ലൈഫ് എന്നൊരു ഗാനം അവിടെ പ്ലേ ആവുന്നുണ്ട്. പരസ്പരം അവർ വിഷമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഈ നിമിഷം ജോൺ പഠിച്ചു, ജീവിതം എന്നത് കലയേക്കാൾ ഒത്തിരി വലുതാണ്. മൈക്കിളിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ജോൺ ഒരു പാർക്കിലെ പഴയ പിയാനോയുടെ അടുത്ത് പോയിരുന്നു വൈ എന്ന പാട്ടിലൂടെ പറഞ്ഞു, എന്റെ ലക്ഷ്യം വിജയം മാത്രമല്ല, എന്റെ ജീവിതം തന്നെയാണ് കല. എന്ത് സംഭവിച്ചാലും എനിക്ക് കമ്പോസ് ചെയ്താണ്ടിരിക്കാൻ പറ്റത്തില്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലും താൻ തന്റെ സ്വപ്നം ഉപേക്ഷിക്കില്ല എന്ന് ജോൺ അവിടെ തീരുമാനിച്ചു. അടുത്ത ദിവസം ആണ് ജോണിന്റെ 30ാമത്തെ പിറന്നാൾ. ഡൈനറിലെ ഒരു ചെറിയ പാർട്ടി നടക്കുകയാണ്. ജോൺ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ജോൺ ആ കോൾ എടുക്കുന്നു. അവസാനം വോയിസ് മെസ്സേജ് കേട്ടു. അത് സ്റ്റീഫൻ സോണ്ടവിന്റേതായിരുന്നു. ജോൺ, നിന്റെ വർക്ക്ഷോപ്പ് അടിപൊളിയായിരുന്നു. ഞാൻ നിനക്ക് എന്റെ കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട്, നമുക്കൊന്ന് സംസാരിക്കണം. ഇതൊരു വലിയ അംഗീകാരം തന്നെയായിരുന്നു. ക്ലോക്കിന്റെ ടിക് ടിക് എന്ന ശബ്ദം ജോണിന്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി. ജോണിന് മനസ്സിലായി, എന്റെ സമയം തീർന്നിട്ടില്ല, ഇതെന്റെ തുടക്കം മാത്രമാണ്. അങ്ങനെ നിന്റെ സുഹൃത്തുക്കളുടെ കൂടെ ലൗഡർ ദാൻ വേർഡ്സ് എന്നൊരു പാട്ട് അവിടെ പാടുന്നുണ്ട്. സന്തോഷത്തിന്റെ 30ാം പിറന്നാൾ അവരങ്ങനെ ആഘോഷിച്ചു. ഈ ഒരു സിനിമയുടെ അവസാനം ജോണത്തൻ ലാർസന്റെ ജീവിതത്തിന്റെ ഒരു തുടർച്ച കാണിക്കുന്നുണ്ട്. അദ്ദേഹം ടിക് ടിക് ബൂം എന്ന മ്യൂസിക്കൽ എഴുതി അവതരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ റെന്റ് എന്ന ചരിത്രപരമായ മ്യൂസിക്കലും എഴുതി. പക്ഷെ ദുഃഖകരം എന്ന് പറയട്ടെ, ഈ ഒരു റെന്റ് എന്ന ഈ ഒരു മ്യൂസിക്കൽ അവതരിപ്പിക്കുന്നതിന്റെ തലേന്ന് രാത്രി വെറും 35ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാൾ തന്റെ ഏറ്റവും വലിയ വിജയം കാണാൻ കാത്തു നിൽക്കാതെ യാത്രയായി. സമയം വളരെ ലിമിറ്റഡ് ആണല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ഒരു നിമിഷം പോലും വൈകരുത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു സ്കിനിമ.